ഈശ്വരനെ സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടുകൂടി തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാനായിട്ട് വന്നതിന് എല്ലാവരും സന്തോഷത്തോടുകൂടി മുഖം കാണുന്നതിന് ഒത്തിരി സന്തോഷത്തോടുകൂടി നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ദൈവകൃപയുടെ ലക്ഷണമാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആ സന്തോഷം. ദൈവകൃപ നമുക്കെല്ലാവർക്കും, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുവാനാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തോമാശ്ലീഹ നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. തോമാശ്ലീഹയുടെ മാധ്യസ്ഥത്താൽ നാം എല്ലാവരും എല്ലായ്പ്പോഴും വിശ്വാസത്തിനോട് അടിയുറച്ച് നിന്നുകൊണ്ട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവിളി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പാറ്റേഴ്സൺ സെൻറ് ജോർജ് ദേവാലയത്തിലെ വികാരിയച്ഛൻ സിമ്മിയച്ഛനാണ്. അച്ഛന് ഞങ്ങൾ പണ്ടേ സുഹൃത്തുക്കളാണ്. കുറേ വർഷങ്ങളായിട്ട് അച്ഛൻ നല്ല പാട്ടുകാരനാണ്. കീബോർഡ് വായിച്ചും പാടും. നല്ല ഗായകനായ അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. റോഹിതത്തിന് എപ്പോഴും നമ്മളോടുകൂടിയുണ്ട്. ഏത് കാര്യത്തിലും എപ്പോൾ വിളിച്ചാലും എല്ലാത്തിനും സഹകരിക്കുവാനായിട്ട്, സഹായിക്കുവാനായിട്ട് അച്ഛൻ സന്നദ്ധനാണ്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ബ്രദർ മൈക്കിൾ ജെയിംസ് നമ്മുടെ രൂപതയുടെ പിന്നാടിക്കാരനാണ്. ഉടനെ തന്നെ ഡീക്കൻ പട്ടം സ്വീകരിച്ച് അതിനുശേഷം തിരുപ്പട്ടം സ്വീകരിക്കുവാനുള്ള വ്യക്തിയാണ്. ബ്രദറും എൻ്റെ കൂട്ടത്തിൽ 2 മാസം റീജൻസിക്ക് വേണ്ടിയിട്ട് നോർത്ത് കരോളൈനയിൽ വെച്ചുണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ അറിയാവുന്ന നല്ലൊരു തീഷ്ണതയുള്ള വൈദിക വിദ്യാർത്ഥി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ പ്രസിഡന്റുമാര് എല്ലാവരും നല്ല ഉടുപ്പൊക്കെ ഇട്ട് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് ഞങ്ങളൊക്കെ ഈ കാപ്പയൊക്കെ ഇട്ട് നിൽക്കുന്നതുപോലെ തന്നെ നിങ്ങളും കാപ്പയൊക്കെ ഇട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. സമർപ്പിക്കപ്പെട്ടവർ, നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം സ്വീകരിക്കട്ടെ. അവിടുത്തെ തൃക്കരങ്ങൾ നിങ്ങളുടെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഈ ദിവ്യവേദിയിൽ പങ്കുചേർന്ന് തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും നന്നായി നടത്തി സന്തോഷത്തോടുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഏറ്റവും പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, തോമാശ്ലീഹയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് തിരുനാൾ ആഘോഷിക്കാം.
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നല്ല നിറഞ്ഞ കൊണ്ട് ജോലി നിൽക്കുന്ന സഭയിൽ നിരന്തരം അവയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിൻ്റെയും സാക്ഷാതാവുന്ന സകലത്തിൻ്റെയും നാഥായ നയിക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവൻ ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. വിശുദ്ധ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനായ കർത്താവേ, അവയുടെ സ്വഭാവത്തിൽ ഞങ്ങളോട് കണ്ടാൽ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കുന്നു. രണ്ടാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം കയറ്റി അതിന്റെ പാത്രങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ താക്കി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന് വിധാനം ഒരുക്കി, ഇരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രിക എടുത്ത് പേടകത്തിൽ വെച്ചു, തണ്ടുകൾ പേടകത്തോട് കഴിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരിശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനേക്ക് വഴി മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുമ്പിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരുശീലയുടെ മുമ്പിൽ ധൂപാസനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ വെച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിലും ബലിപീഠത്തിനും മധ്യേ ശാളൻ പാത്രം വെച്ച് അതിൽ ശാളനത്തിലുള്ള വെള്ളം ഒഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹരോനും
കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ശാലകൾ മരിച്ചു പോകുന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണ കവാടത്തിൽ യവനയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര തുടങ്ങിയിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്നവരെ ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനുള്ളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഏഷ്യയുടെ ദൗത്യം. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 ചിറകുകൾ കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവരുടെ ശബ്ദാഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ എൻ്റെ അശുദ്ധമായ ആദരങ്ങൾ ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിൻ്റെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളിച്ചെയ്തു ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുൾ ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാത്തതിന് അവിടുത്തെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവേ, ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതാവുകയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതാവുകയും ശൂന്യമായ ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ കർത്താവ് ജനത്തെ ദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജനമായ പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ നമ്മുടെ ദൈവമഹത്വത്തെ
Brothers and sisters, a reading from St. Paul's first letter to the Corinthians, chapter 3, verses 10 through 17. Bless me, my Lord. According to the grace of God given to me, like a wise master builder, I laid a foundation, and another is building upon it. But each one must be careful how he builds upon it. For no one can lay a foundation other than the one that is there, namely Jesus Christ. If anyone builds on this foundation with gold, silver, precious stones, wood, hay, or straw, the work of each will come to light, for the day will disclose it. It will be revealed with fire, and the fire will test the quality of each one's work. If the work stands that someone built upon the foundation, that person will receive a wage. But if someone's work is burnt, that one will suffer loss. The person will be saved, but only as through fire. Do you not know that you are the temple of God, and that the Spirit of God dwells in you? If anyone destroys God's temple, God will destroy that person. For the temple of God, which you are, is holy. This is the word of the Lord. Lord,
അറിയിച്ച നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 തിരുവചനങ്ങൾ 1 മുതൽ 16 വരെ. ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി. അവൻ മറിയത്തിന്റെയും അവളുടെ സഹോദരിയായ മർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുതതൈലം കൊണ്ട് കർത്താവിനെ ദൂഷിക്കുകയും തന്റെ മുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവരുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവന്റെ അടുത്തേക്ക് ആളെ അയച്ചു. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കുന്നതല്ല, പ്രതുത ദൈവത്തിന്റെ മഹത്വത്തിന് അതുവഴി ദൈവത്തെ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയാണ് എന്ന് കേട്ടിട്ടും യേശു താൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ അന്വേഷിക്കുകയാണല്ലോ, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതികരിച്ചു, പകലിന് 12 മണിക്കൂറോടെ പകൽ നടക്കുന്നവന് കാലത്തെറ്റി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സഹോദരനായ ലാസർ ഉറങ്ങുകയാണ്, അവന്റെ ഉണർത്തുവാൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെപ്പറ്റി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവരോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഏറ്റവും സ്നേഹം വികാരിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ വർഷത്തെ തിരുനാളായിട്ട് നടത്തുന്ന എല്ലാ സിസ്റ്റർമാർ, ബഹുമാനപ്പെട്ട മൈക്കിൾ, സ്നേഹനിറഞ്ഞ ഇടവക്കാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഞാനിന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആഘോഷമായ ഈ വിശുദ്ധ കുർബാനയിൽ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. നമ്മുടെ ഇടവക മധ്യസ്ഥനായ മാർത്തോമാശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ തിരുനാൾ സംയുക്തമായിട്ട് നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസത്തിൽ നമ്മുടെ പിതാവുമായ മാർത്തോമാശ്ലീഹായുടെ ദുഃഖാന അല്ലെങ്കിൽ ഓർമ്മ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ദുഃഖാന എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ഓർമ്മ, അനുസ്മരണം എന്നാണ്. The word ദുഃഖാന actually means remembrance or commemoration. And today, on July 3rd, yesterday was the day, we commemorated the martyrdom of St. Thomas the Apostle. ഉത്തരനായ കർത്താവിനെ കണ്ടപ്പോൾ എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഉത്തരനായ കർത്താവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ആ വിശ്വാസം സഭയിൽ പ്രഘോഷിക്കുവാനായിട്ട് സുദൂരം യാത്ര ചെയ്ത് ഭാരതമണ്ണിൽ വരികയും അവിടെ വിശ്വാസം പ്രഘോഷിക്കുകയും സുവിശേഷത്തിന് സാക്ഷിയാക്കുകയും നമുക്ക് തന്നെ നാം സുവിശേഷം കേട്ടപോലെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമുക്കും അവനോട് കൂടെ പോയി ഭരിക്കാമെന്ന് പറഞ്ഞ തോമസ് ലീഹ
തൻ്റെ ആ വാക്കുകൾക്കനുസരിച്ച് കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും രക്തസാക്ഷിയാകുകയും മരിക്കുകയും ചെയ്ത ആ ദിവസത്തെ നാം പ്രത്യേകമായിട്ട് സ്മരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക മധ്യസ്ഥനായ മാർത്തോമാശ്ലീഹ ഈ രണ്ട് നമ്മുടെ ഇടവക ദിവസം കൂടി നാം ഇന്ന് വളരെ ആഘോഷത്തോടുകൂടി ഇതിൽ പങ്കുചേരുകയാണ്. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ തിരുനാൾ അല്ലെങ്കിൽ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ഇടവകയുടെ മക്കൾ എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവക സ്ഥാപിതമായിട്ട് ഏകദേശം 23 വർഷത്തെ കടക്കുമ്പോൾ നമ്മുടെ ഇടവക മധ്യസ്ഥയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ, ദൈവത്തിന് ലഭിച്ചിട്ടുള്ള കൃപകളെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ലോകത്തിന് മുഴുവൻ ലഭിച്ചിട്ടുള്ള നന്മകളെ നന്ദിയോടുകൂടി ഓർക്കാൻ കടപ്പെട്ടവരാണ് നാം എല്ലാവരും. അതോടൊപ്പം തന്നെ ഇടവക മധ്യസ്ഥനായ മാർത്തോമാശ്ലീഹയുടെ മാതൃക അനുസരിച്ചുകൊണ്ട് കർത്താവിനെ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി സജീവ സാക്ഷികളാകുവാനായിട്ട് വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് പിടിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇടവക മധ്യസ്ഥനായ തോമാശ്ലീഹയുടെ തിരുനാളിനെ സ്മരിപ്പിക്കുകയാണ്. എന്നവരെ എല്ലാവർക്കും ഈ തോമാശ്ലീഹയുടെ ദുഃഖാന തിരുനാളിൻ്റെയും ഇടവക മധ്യസ്ഥ തിരുനാളിൻ്റെയും ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. When we come to the New Testament, we know that Jesus had 12 apostles. Suppose we ask a question. Among the 12 apostles, whom did Jesus love the most? Let me ask you, whom did Jesus love the most? Which apostle? പക്ഷെ പലപ്പോഴും നമ്മളൊരു യാന്ത്രികമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുകയും ഈ ഒരു ദൈവാനുഭവം പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകും. ഓരോ വിശുദ്ധരിലും പുരോഹിതൻ ഈശോയുടെ തിരുശരീരം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തോമാശ്ലീഹയെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുവാൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുകയുണ്ടായി. അവരുടെ ചെറുപ്പകാലത്ത് അവർ പണ്ട് സുറിയാനി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഭാഷ മനസ്സിലാക്കുന്നില്ലായിരുന്നു. പക്ഷെങ്കിലും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ പുരോഹിതൻ ഈശോയുടെ തിരുശരീരം ഉയർത്തുമ്പോൾ പലരും പറയുമായിരുന്നു, മലയാളത്തിൽ പറയുമായിരുന്നു എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ളത്. കാരണം അവർക്ക് അറിയാമായിരുന്നു ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരം അത് യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണെന്നുള്ളത്. സ്നേഹത്തിൻ്റെ ഓരോ ദിവസത്തെ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ തിരുശരീരം പുരോഹിതൻ ഉയർത്തുമ്പോൾ ഇതേ തോമാശ്ലീഹയുടെ വിശ്വാസം അതുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുന്ന രീതിയിലുള്ള വിശ്വാസം ഓരോ ക്രിസ്ത്യാനുഭവവും ഓരോ വിശുദ്ധ കുർബാനയും ഈ അനുഭവത്തിലേക്കാണ് നയിക്കുക. ഈശോയെ വ്യക്തിപരമായി തിരിച്ചറിയുവാനായിട്ട് തോമാശ്ലീഹയെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുവാനും സ്ഥലത്തേക്ക് പ്രഘോഷിക്കുവാനായിട്ട് നാം ആയിരിക്കും ഈ സാഹചര്യങ്ങൾ. പക്ഷേ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും സാക്ഷി നൽകുവാനും ഉചിതമായിരിക്കുകയില്ല. പക്ഷേ ഇതിലൊക്കെ നാം ആയിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ, നാം ആയിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥകളിലാകട്ടെ, അവിടെയൊക്കെ തോമാശ്ലീഹയെ പോലെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും നമുക്ക് സാധിക്കും. പക്ഷേ തോമാശ്ലീഹയെ പോലുള്ള ഇതേപോലുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനും ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനും കർത്താവിന് വേണ്ടി സാക്ഷിയാകാൻ സാധിക്കുന്നുള്ളതാണ്. നാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കാലാകാലങ്ങളിലായാലും നമ്മുടെ പൂർവികരിലൂടെ മാർത്തോമാശ്ലീഹയിൽ നിന്ന് ഈശോയിലുള്ള വിശ്വാസം ലഭിച്ചതാണ്. ആ കണ്ണി മുറിഞ്ഞു പോകാതെ വരും തലമുറയ്ക്ക് ഈ വിശ്വാസം പകർന്നു നൽകുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും. അതുകൊണ്ടൊക്കെയാണ് തിരുനാൾ ആഘോഷവും നമ്മുടെ ഇടവകയുടെ ദിവസമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ തോമാശ്ലീഹയെ പോലുള്ള ഈശോയുടെ വിശ്വാസം അത് ഒന്നുകൂടി ദൃഢമാക്കുവാനും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനും ആ വിശ്വാസം പ്രഘോഷിക്കുവാനും നമുക്കെല്ലാവരും സാധിക്കണം. ഈ അവസരത്തിൽ എല്ലാവർക്കും തോമാശ്ലീഹയുടെ ആ ധൈര്യവും വിശ്വാസ പ്രഘോഷത്തിലുള്ള ആ ഒരു മനസ്സിലേക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുനാൾ നടക്കുന്ന എല്ലാവർക്കും, ഇടപാടുകളായാലും എല്ലാവർക്കും, എല്ലാ സഹോദരന്മാർക്കും ഈ ദിവസത്തിൻ്റെ ദുഃഖാന തിരുനാളിൻ്റെയും ഇടവക മധ്യസ്ഥൻ്റെയും തിരുനാളിൻ്റെയും ആശംസ നേരുകയാണ്. മാനന്തവാടി രാജേശ്വരനോട് ഓർക്കുകയാണ്. വർഷങ്ങളോടെ ഉള്ള പരിചയമാണ് അച്ഛനോട്. അതോടൊപ്പം തന്നെ ഇതിലൂടെ വരുവാനും കുർബാന കഴിക്കുവാണെങ്കിൽ അച്ഛൻ പിടിച്ചതിന് അച്ഛൻ്റെ സ്നേഹത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഒന്ന് 5 കൊല്ലമായിട്ട് പരിചയമുണ്ട്.
സന്തോഷത്തിൻ്റെ നന്ദിയോടെ അറിയിക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കെല്ലാം ഒരുമിച്ച് ഈശ്വരനെ പുള്ളിക്കുവാനായിട്ട് കുർബാനയെ സാധിക്കട്ടെ. തോമസിനായപ്പോൾ വിശ്വാസം നിലകൊള്ളുവാനും വിശ്വാസം പ്രഘോഷിക്കുവാനും സാധിക്കട്ടെ. തോമസ് നമ്മുടെ മനസ്സിലേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. നിറച്ചിതശിക്കായ സുവിശേഷ ഭാഗങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് എന്റെ സത്യത്തിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഭക്തിയിലെത്തുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, കാതോലിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലെ ക്ലേശങ്ങളിലും ശ്രീമാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷകരായി ലോകമെങ്ങും പ്രശോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ബിഷപ്പ് മാരായ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും ഗുരുതാധ്യക്ഷനുമായ ഹർഷോപുത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നിലകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, എന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും എന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കാരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേശനായ ദൈവമേ, അങ്ങയുടെ അപേക്ഷത്തിൽ കഠിനമായ തുടർന്നെടുത്ത് അജനമായ സ്ഥലത്തോടെ ദൈവസ്വഭാവങ്ങളുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരത്വത്തിന്റെ പദവികൾ കൈവഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സമാജത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരമായ ഞങ്ങളെ അങ്ങ് കാര്യത്തിലെത്താൻ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവര ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരുതൽ വേണ്ടി ഭക്ഷിക്കുകയും ചെയ്യണം. അങ്ങയുടെ കാരുണ്യവും അനുഭവവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജലത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. ഞങ്ങളെ യങ്ങുമായി ലളിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ പ്രചിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Amen.
സർവ്വതീനാഥനായ സ്തുതികളായിരിക്കും.
അങ്ങയുടെ ഭക്തമായ തൃത്വത്തിന്റെ ആരാധനമായ നാമം എല്ലാ തരങ്ങളിൽ സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃത്യതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മലാഹന്മാരുടെ ബദലായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങമേൽ മരുമരുളികളുമായ സ്വർഗീയ സൈനികൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ മരുളികളുമായ ക്രോവ്യന്മാരുടെയും സാധ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടന്ന ഭാവം ബോധിച്ച് അങ്ങയുടെ വിശുദ്ധ ഞങ്ങളെ പൊരുത്തരാക്കണമേ. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ അങ്ങയുടെ കാലം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിന്റെ കർത്താവേ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന്റെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഞങ്ങളുടെ നാമങ്ങൾ നിന്നെ സത്യപ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ പദങ്ങളെ പുതിയ വിവരങ്ങളാക്കുകയും ജ്വലിക്കുന്ന അർത്ഥങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്വപ്നം ആലപിക്കുകയും ചെയ്യുന്നു. നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നിശിഷ്ടന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകുന്നവേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേണ അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജനത്തിനുള്ളതാകുന്നു. നിന്റെ ഓർമ്മദിനം മഹത്വപൂർണ്ണമാകുന്നു. നിന്റെ മരണം അതിലേറെ ധന്യമാകുന്നു. സമാധാനത്തിന്റെ പ്രദോഷണം മഹത്വത്തിന്റെ സിംഹാസനം നിനക്ക് വേണ്ടി സജ്ജമായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധനുമായി നിന്റെ ബഹുമാനത്തിനായി അന്ത്യകാലങ്ങളിൽ വിജയങ്ങൾ പണിയുന്നു. അവിടുത്തെ കാര്യത്താൽ നമുക്ക് അവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, രക്ഷകന്റെ കൃപ ദൈവപുത്രനായ വിശുദ്ധയുടെ ശരീരരത്നങ്ങളെ നമുക്കെല്ലാവരും വിശ്വാസത്തോടെ സ്വീകരിക്കുകയും
പരിശുദ്ധമായ വിവാഹത്താൽ സുഖ്യാത്മവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസങ്ങളെ സംബന്ധിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ വിഗ്രഹപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാനമായിരിക്കുന്ന സ്ഥിതിയും പ്രകൃതിയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ ഈ ദാനത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം ഞങ്ങളുടെ പ്രത്യാശയായ വിശുദ്ധമായ വിശുദ്ധ കുർബാന വഴി അങ്ങയുടെ കടങ്ങൾക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന് ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനം എന്ന് പാട്ടപ്പെട്ടതാകട്ടെ. വിശുദ്ധ ദാസികായെ പോലെ ഞങ്ങളുടെ ഭൂമിയിൽ അങ്ങേറ്റു പറയുവാനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷി വഹിക്കുവാനും സഹായിക്കണം. സകലത്തിന്റെയും നാഥായതയ്ക്കും എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ തിരുനാളിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അച്ഛൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തീർത്തേക്കണം, നമുക്ക് ഓൾറെഡി നമ്മൾ നേരം വൈകി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പെരുന്നാൾ പ്ലാൻ ചെയ്തപ്പോഴേ തന്നെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു സിബിഎച്ചിനെ കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കേൾക്കണം എന്നുള്ളത്. ദൈവാനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു. പ്രത്യേകമായിട്ട് ഇന്നത്തെ കുർബാന അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ സിബിഎച്ചിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ റോയ്സ് അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ വികാരിച്ചിനെ പറ്റി ഒരു വാക്ക് നമ്മളെപ്പോഴും ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ശക്തമായ ലീഡർഷിപ്പ് എന്ന്. ശക്തമായ ലീഡർഷിപ്പ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വികാരിച്ചിന് ഏത് കാര്യത്തിനും കൃത്യമായ അഭിപ്രായവും കൃത്യമായ നേതൃത്വവും നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഇടവകയെ നയിക്കുന്ന
ഫാദർ കുര്യാക്കോസ് കോടാമേച്ചിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ക്ഷണപ്രകാരം ഇവിടെ വന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, സമർപ്പിതരുണ്ട്, അതുപോലെ നമ്മുടെ ബ്രദർ മൈക്കിൾ ഉണ്ട്. ഇവരെ എല്ലാവരെയും പ്രത്യേകം ഇടവകയുടെ പേരിൽ നന്ദി പറയുന്നു. കൊടിയേറ്റം മുതൽ ഇന്ന് വരെ ഇവിടെ കുർബാന അർപ്പിക്കുവാനായി വന്നു ചേർന്ന നിരവധി അച്ഛന്മാരുണ്ട്. നമ്മുടെ സ്ഥാപിത വികാരി അച്ഛനായ കണ്ടത്തിക്കുടി അച്ഛൻ, ജോസഫൻ മുതൽ ജോഷി അച്ഛനടക്കമുള്ള എല്ലാ നവീനങ്ങൾക്കും എല്ലാ ദിവസവും വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ അച്ഛന്മാരെയും പ്രത്യേകം ഓർക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ ട്രസ്റ്റുമാർ മാത്യു അടാട്ടുണ്ട്, ഡെന്നിയുണ്ട്. നമ്മുടെ തമാശയ്ക്ക് തുടക്കത്തിലെ ഡെന്നി നമ്മൾ പറയുമായിരുന്നു, ഡെന്നിക്ക് ഒന്നും വിളിച്ചാൽ പോലെ കിട്ടത്തില്ലായിരുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ ഫോണ് ചിലപ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്, കാരണം ഡെന്നിയുടെ കോള് സഹിക്കാൻ പറ്റുന്നു. അതുപോലെ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ മാറിയിരിക്കുക, ഡെന്നിയുടെ വൈഫാണ് പറയുന്നത് ഡെന്നിനെ വിളിച്ചാൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എന്നും ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായ എല്ലാ കസ്റ്റമർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പാരിഷ് കൗൺസിലങ്ങൾ, ഇത് പാലുകൾ തുടങ്ങിയ അന്ന് മുതൽ നമ്മളുടെ ഇതെല്ലാം കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി പാരിഷ് കൗൺസിലങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ പാരിഷ് കൗൺസിലങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ഈ പെരുന്നാൾ നടക്കണമെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഫൈനാൻസുമാണ്. അതിനെ നമ്മളെ ശരിക്കും സഹായിച്ചിട്ടുള്ള ഈ ഇടവകയിലെ മിക്കവാറും അംഗങ്ങളെല്ലാവരും പ്രസിദ്ധീമാരായിട്ട് ഇവിടെ നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കമ്മിറ്റികൾ അച്ഛൻ്റെ ലീഡർഷിപ്പിൽ കമ്മിറ്റികൾ ഉണ്ടാക്കുകയുണ്ടായി. ഈ കമ്മിറ്റികളെ എല്ലാത്തിനെയും കൃത്യമായി ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും ഏൽപ്പിക്കുകയുണ്ടായി. ഈ കമ്മിറ്റികൾ നമ്മുടെ വെൽക്കം കമ്മിറ്റി തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ CWA ആണ് വെൽക്കം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൽവക്കത്തുള്ള പള്ളികളിലും സന്യസ്തരെയും എല്ലാം വെക്കുകയും ഇവിടെ വന്ന ആളുകൾക്ക് കൃത്യമായ ഹോസ്പിറ്റാലിറ്റി കൊടുക്കുകയും എല്ലാം ചെയ്തത് അതിൻ്റെ നേതൃത്വത്തിലുള്ള CWA ആണ്. പ്രത്യേകം ഓർക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ പട്ടേലിയുടെ നേതൃത്വത്തിലുള്ള ലിറ്റർജി കമ്മിറ്റി ഉണ്ടായിരുന്നു. ഡെക്കറേഷൻസിന് സൈഡ് മിനിക്കിരിയാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഔട്ട്സൈഡ് ഡെക്കറേഷൻസ് ജ്യോതി പാത്രയുടെ നേതൃത്വത്തിലായിരുന്നു. ഇവന്റ് മാനേജ്മെന്റ്, നമ്മുടെ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത് സിവിച്ചൻ മാമ്പള്ളിയായിരുന്നു. എന്റർടൈൻമെന്റ് കമ്മിറ്റി നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ആസ്വദിച്ച കലാപരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് അരുണാടായിരുന്നു, സോറി അരുണായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മീഡിയ കവർ ചെയ്യുന്നത് ശ്രീ ഷോലി പുള്ളിവേലിയായിരുന്നു. ഫോട്ടോഗ്രാഫി നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ആലോചനും അതുപോലെ തന്നെ എല്ലോ സ്ക്രീനുമായിരുന്നു. പൊസഷൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കാണാൻ വളരെ ഭംഗിയായിട്ട് SNCC അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ ആൻഡോ കണ്ണാറിന്റെ നേതൃത്വത്തിൽ. അതുപോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ഫുഡ് കമ്മിറ്റി, അവര് പലപ്പോഴും എന്താ പറയുക, സ്വന്തം വീട്ടില് ഭക്ഷണം ഉണ്ടായിരുന്നോ എന്നവർ നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ട് നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു തെറ്റ് വരും. പ്രത്യേകിച്ചും ഇത്രത്തോളം ആൾക്കാർ വരുന്നൊരു കാര്യം നമുക്ക് എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല. ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അത് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ അദ്ദേഹത്തിന് പ്രത്യേകം ഒന്നും നന്ദി. അവസാനമായി ഒരൊറ്റ വാക്കുകൂടെ പറഞ്ഞതിന് അവസാനിപ്പിക്കുകയാണ്. നമുക്കെപ്പോഴും നമ്മൾ പറയും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരൊറ്റ കംപ്ലൈൻറ്റേ ഉണ്ടാവുള്ളൂ, ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 10-100 പേരുടെ ഒരു ഫാമിലി ആകുമ്പോൾ മിനിമം ഒരു 100 കംപ്ലൈൻറ്റെങ്കിലും കാണും. നമുക്ക് ആകെപ്പാട് ചെയ്യാൻ പറ്റുന്ന കംപ്ലൈൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കുക എന്ന് മാത്രമാണ് കംപ്ലൈൻറ്റ് എപ്പോഴും ഉണ്ടാകുക. ആ കംപ്ലൈൻറ്റുകളെല്ലാം മനസ്സിലാക്കി നമുക്ക് ഒപ്പം നിന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം വിശുദ്ധന്റെ പേരിൽ നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് പറയുവാനായിട്ട് ആഞ്ചാണ്ടു. ശനിയാഴ്ചയാണ് നമ്മുടെ കൊടിയിറക്കം. അതുപോലെ സകല മരിച്ചവരെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്തു.
ദിവസമാണ്. ശനിയാഴ്ച രാത്രി 9 മണിക്ക് കുർബാന. അതിലും എല്ലാവരും വന്ന് പങ്കുചേരുന്നത്. അതിനുശേഷം സെമിത്തേരിയിലും നമ്മുടെ മരിച്ചവരുടെ ഖബറൊക്കെ തയ്യാറാക്കുക. ഞാനിത് തന്നെ എല്ലാവരും കൂടുതൽ പറയാൻ നേടില്ലാത്തത് നമ്മൾ. പ്രിയമുള്ളവരെ, പ്രദക്ഷിണം ഇറങ്ങേണ്ട സമയമായി. കറക്റ്റ് 12 മണിക്കാകുമ്പോൾ പ്രദക്ഷിണം ഇറങ്ങേണ്ടതാണ്. പോലീസ് റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ആ ഓർഡർ പെട്ടെന്ന് വായിക്കാം. നമ്മൾ സ്ഥിരം പോകുന്ന പാലയം തന്നെയാണ്. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് സെൻറ് തോമസിൻ്റെ ഫ്ലോട്ടാണ്. വിശുദ്ധ തോമസിയുടെ രൂപം വെച്ചിട്ടോ അലങ്കരിച്ച വാഹനമാണ് മുമ്പ് പോകുന്നത്. അത് ഓൾറെഡി ഗേറ്റ് റെഡിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് വായിക്കാൻ. ഞാൻ ആളുടെ പേര് വായിക്കുന്നതിൻ്റെ പേര് താഴെ അനൗൺസ് ചെയ്യുന്നതാണ്. നിങ്ങൾ താഴെ രൂപം പിടിക്കാനായിട്ടുള്ളവരും കുട പിടിക്കാനായിട്ടുള്ളവരെല്ലാം റൈറ്റ് സൈഡിലൂടെ ഇറങ്ങി പോവാം. ബാക്കി എല്ലാവരും ആനവാദത്തിലൂടെ ഇറങ്ങിയിട്ട് 2 ലൈനായിട്ട് പള്ളിക്ക് ഒരു റൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രദേശം രൂപം കൊണ്ടുന്നത്. അത് നമ്മൾ നേരെ ഗേറ്റിലോട്ട് എത്തുകയാണ്. ഗരാജിൻ്റെ അടുത്ത് വെച്ച് എല്ലാവർക്കും ആശയത്തിലുള്ളതുപോലെ ഓർഡർ അനുസരിച്ചിട്ട് അവിടെ പേര് വിളിച്ച് അല്ലെങ്കിൽ രൂപത്തിൻ്റെ പേര് വിളിച്ചിട്ട് അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾ രൂപം എടുക്കുക. പ്രദക്ഷിണം വളരെ ഭംഗിയായിട്ട് പോവാം. നമുക്ക് എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പോകുന്നത് സെൻറ് തോമസ് ഫ്ലോട്ടാണ്. അതിനുശേഷം ചർച്ച് കാണുന്നത്. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു. ധൈര്യത്തോടെ പോയി മരിക്കാമെന്നുര ചെയ്തവനെ ഗുരുവിൻ മാർഗം പിൻചെന്നിടാൻ സുഖനായവനെ. ധൈര്യത്തോടെ പോയി മരിക്കാമെന്നുര ചെയ്തവനെ ഗുരുവിൻ മാർഗം പിൻചെന്നിടാൻ സുഖനായവനെ. താവക ജീവിതം ഞങ്ങൾക്കെന്നും താവക ജീവിതം ഞങ്ങൾക്കെന്നും മാതൃകയാകട്ടെ. താതാ മാതൃകയാകട്ടെ. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു.
വിശ്വാസം നീ ഉദ്ഘോഷിച്ചു നാഥന്റെ മുമ്പിൽ, തിരുമുറിവിൽ നീ സ്പർശിച്ചോതി കർത്താവൻ ദൈവം. വിശ്വാസം നീ ഉദ്ഘോഷിച്ചു നാഥന്റെ മുമ്പിൽ, തിരുമുറിവിൽ നീ സ്പർശിച്ചോതി കർത്താവൻ ദൈവം. നിന്റെ മാർഗം പുൽകും ഞങ്ങളിതെന്നും, നിന്റെ മാർഗം പുൽകും ഞങ്ങളിതെന്നും. പ്രേഷിതരാകട്ടെ താതാ, പ്രേഷിതരാകട്ടെ. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ, മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ, മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു. വിശ്വാസത്തിൻ ദീപവുമായി ഭാരതഭൂവിൽ വന്നവനെ, മാർത്തോമായേ നിൻ തിരുനാമം ഞങ്ങൾ വാഴ്ത്തുന്നു. അത്ഭുതകരമായ വരികളാൽ വിശുദ്ധീകരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറിയോസേപ്പ് പിതാവിന്റെയും മാർത്തോമാശ്ലീഹയുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. തിരുശേഷിപ്പ് വളരാനുള്ള സമയമാണ് ഈ സമയം. മാർത്തോമാശ്ലീഹയുടെ തിരുശേഷിപ്പുകളിലുണ്ട്. തിരുശേഷിപ്പ് പടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വന്ന് തിരുശേഷിപ്പ് പടങ്ങ് പോകുക.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മാർത്തോമാ ശ്ലീഹയുടെ പ്രാർത്ഥനാ സഹായത്താൽ 2024 ഈ വർഷത്തിലെ തിരുനാൾ ആഘോഷം സമുചിതമായിട്ട് നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. ജൂൺ 23 കൊടിയേറി ജൂൺ 25 മുതൽ
ജൂലൈ 3-ാം തീയതി വരെ നൊവേന പ്രാർത്ഥനകളുണ്ടായിരുന്നു. നൊവേന പ്രാർത്ഥനയിൽ ആദ്യത്തെ ദിവസം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജോഷി അച്ഛനാണ് വന്ന് പ്രാർത്ഥന ലീഡ് ചെയ്തത്. അതുപോലെ ഓരോ ദിവസവും പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായിട്ട് ഓരോ അച്ഛന്മാരുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ഈ ദേവാലയത്തിലെ ആദ്യത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസച്ചന് സന്നിഹിതനായിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. ഇന്നലെയും ജൂലൈ 3-ാം തീയതി മാർത്തോമാശ്ലീഹായുടെ തിരുനാൾ ദിവസത്തിലും ദേവാലയത്തിൻ്റെ തിരുനാൾ ദിവസമായ ഇന്നും ഒത്തിരി ആളുകൾ വന്ന് പങ്കുചേർന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടി തിരുനാൾ ആഘോഷങ്ങളിലെല്ലാം പങ്കുചേർന്നു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ദൈവമാണെല്ലാം ഞങ്ങളെ എല്ലാവരെയും നയിച്ചത്, എല്ലാം സമുചിതമായിട്ട് നടത്തുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപയാലും അതുപോലെ സകല വിശുദ്ധരുടെയും പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെയും മാർ തോമാശ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായവും ഞങ്ങളോടുകൂടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് അനുഭവവേദ്യമാവുകയും ചെയ്തു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. കൊടിയിറക്കം ജൂലൈ 6-ാം തീയതി ശനിയാഴ്ച രാവിലെയാണ് കൊടിയിറക്കം. അന്ന് തന്നെ സെമിത്തേരി സന്ദർശിച്ച് അവിടെയും പ്രാർത്ഥനയുണ്ടായിരിക്കുന്നതാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.